ബഹിരാകാശ രംഗത്ത് മറ്റൊരു വിജയ അധ്യായം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISRO-യുടെ LVM-3M6 വിജയകരമായി വിക്ഷേപിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 8:55-നാണ് വിക്ഷേപണം നടന്നത്. LVM-3യുടെ മൂന്നാമത്തെ വാണിജ്യ വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത്. അമേരിക്കൻ കമ്പനിയായ AST സ്പേസ് മൊബൈലിന്റെ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ഉപഗ്രഹത്തെയാണ് ബാഹുബലി എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും കരുത്തുള്ള ഈ റോക്കറ്റ് ദൗത്യത്തിലൂടെ ബഹിരാകാശത്ത് എത്തിച്ചത്. പ്രത്യേക ഉപകരണങ്ങളൊന്നും കൂടാതെ ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സേവനം സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ഈ ദൗത്യത്തിന്റെ പ്രത്യേകത. ISRO-യുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ LVM-3 ബ്ലൂബേർഡ് 6 ഉപഗ്രഹത്തെ 16 മിനിറ്റ് കൊണ്ടാണ് ഭൂമിയിൽ നിന്ന് 520 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 6100 കിലോഗ്രാം ആണ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് AST സ്പേസ് മൊബൈൽ. നേരിട്ട് മൊബൈൽ ഫോണുകളിൽ ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. 2 മാസത്തിനിടെയുള്ള LVM-3യുടെ രണ്ടാമത്തെ വിക്ഷേപണം ആയിരുന്നു ഇത്. ഇത്രയും ചെറിയ ഇടവേളയിൽ LVM-3 ദൗത്യങ്ങൾ നടത്തുന്നതും ആദ്യമായിട്ടാണ്. ഏകദേശം 15 മിനിറ്റ് നീണ്ട യാത്രയ്ക്ക് ശേഷം ബ്ലൂബേർഡ് ബ്ലോക്ക് 2 എന്ന ബഹിരാകാശ പേടകം വേർപിരിഞ്ഞ് ഏകദേശം 520 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തി. ഇസ്രോയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡും US ആസ്ഥാനമായുള്ള AST സ്പേസ് മൊബൈലും തമ്മിൽ ഒപ്പുവെച്ച വാണിജ്യ കരാറിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ദൗത്യം. നേരത്തെ രാവിലെ 8:54-ന് ലിഫ്റ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് സമയം 8 മണിക്കൂർ 55 മിനിറ്റ് 30 സെക്കൻഡിലേക്ക് മാറ്റുകയായിരുന്നു. അതായത് വിക്ഷേപണ സമയം 90 സെക്കൻഡ് വൈകിപ്പിച്ചു. ബാഹുബലി റോക്കറ്റിന്റെ പാതയിൽ അവശിഷ്ടങ്ങളോ മറ്റു ഉപഗ്രഹങ്ങളുമായി സംയോജനമോ ഉണ്ടായിരുന്നതിനാൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇസ്രോ സ്ഥിരീകരിച്ചിരുന്നു. ശ്രീഹരിക്കോട്ടയ്ക്ക് മുകളിൽ ഉള്ള സ്ഥലം നിരവധി ഉപഗ്രഹങ്ങൾ കടന്നുപോകുന്ന മേഖലയായതിനാലാണ് സമയം വൈകിപ്പിച്ചത് എന്നും ഇത് സാധാരണ നടപടിയാണ് എന്നും ISRO വ്യക്തമാക്കി. ഖര ദ്രവ ക്രയോജനിക് ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന 3 ഘട്ടങ്ങൾ ആണ് റോക്കറ്റിന് ഉണ്ടായിരുന്നത്. 43.5 മീറ്റർ ഉയരമുള്ള റോക്കറ്റിന് മൊത്തം 640 ടൺ ഭാരമാണ് ഉള്ളത്. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം ആണ് 6.5 ടൺ വരുന്ന ബ്ലൂബേർഡ് 6. സ്റ്റാർലിങ്ക്, വൺവെബ് പോലെയുള്ള ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിലവിലെ പ്രവർത്തന രീതിയെ വെല്ലുവിളിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ. ഈ കമ്പനികൾ ഭൂമിയിൽ സ്ഥാപിക്കുന്ന പ്രത്യേകം ടെർമിനലുകളും ഗ്രൗണ്ട് സ്റ്റേഷനുകളും ഉപയോഗിച്ചാണ് ഉപഗ്രഹ ഇന്റർനെറ്റ് വിന്യസിക്കുന്നത്. ഇതിനായി 10,000-നടുത്ത് ഉപഗ്രഹങ്ങൾ സ്റ്റാർലിങ്ക് ഇതിനോടകം തന്നെ വിക്ഷേപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഉപഗ്രഹത്തിൽ നിന്ന് നേരിട്ട് സ്മാർട്ട് ഫോണുകളിലേക്ക് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി എത്തിക്കുവാൻ സാധിക്കും എന്നതാണ് AST സ്പേസ് മൊബൈൽ സാങ്കേതിക വിദ്യയെ വ്യത്യസ്തമാക്കുന്നത്. ആഗോളതലത്തിൽ ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് 5G ബ്രോഡ്ബാൻഡ് എത്തിക്കാൻ ഇതുവഴി സാധിക്കും. പദ്ധതി നിലവിൽ വരുന്നതോടെ കണക്ടിവിറ്റി സംവിധാനങ്ങൾ അടിമുടി മാറും. ടവറുകളോ ആന്റിനകളോ ഇല്ലാതെ തന്നെ ഭൂമിയിൽ എവിടെ നിന്നും സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡേറ്റ പ്രവാഹം കടലിൽ നിന്ന് ബഹിരാകാശത്തേക്ക് മാറുന്നു. മൊബൈൽ സേവനം മരുഭൂമിയിലോ ഉൾക്കടലിലോ കൊടും കാട്ടിലോ പർവ്വതത്തിലോ എവിടെയായാലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കും. ഇന്റർനെറ്റിനായി ലോകമെമ്പാടും സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ വലിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കേബിൾ ശൃംഖല സമീപ ഭാവിയിൽ ഇല്ലാതെയാകും. അങ്ങനെ ഡിജിറ്റൽ ആശയവിനിമയ രംഗത്ത് ചരിത്ര കുതിപ്പിനാണ് ഈ ദൗത്യം തുടക്കം കുറിച്ചിട്ടുള്ളത്.